ഉപ്പുതറ മാർക്കറ്റിൽ വെള്ളം മുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഇതോടെ മാർക്കറ്റിലെ ശുചിമുറിയുടെ പ്രവർത്തനവും താളം തെറ്റി. ലക്ഷങ്ങൾ മുടക്കി വ്യാപാരശാലകൾ കരാറെടുത്ത മാർക്കറ്റിനുള്ള വ്യാപാരികളിലും ദുരിതത്തിലായി. മോട്ടോറിന്റെ തകരാർ പരിഹരിച്ചെങ്കിലും മാർക്കറ്റിൽ കുടിവെള്ളം എത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പരാതി. ഉപ്പുതറ ടൗണിൽ ഒരേ ഒരു ശൗചാലയമാണ് ഉള്ളത്. അതും മാർക്കറ്റിലാണ് പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരും വ്യാപാരികളും ടൗണിലെത്തുന്നവരുമെല്ലാം പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ ഈ ശൗചാലയത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇവിടെ വെള്ളം മുടങ്ങിയിട്ട് 4 ദിവസം കഴിഞ്ഞു. മറ്റേ ബാത്റൂമിൽ വന്നപ്പോൾ ഉപയോഗമില്ലാത്ത വെള്ളവുമില്ല, ഒന്നുമില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല. ബാക്കിയുള്ള ജനങ്ങളെ എന്നാ എടുക്കും? ലക്ഷങ്ങൾ മുടക്കിയാണ് ഓരോ വ്യാപാരശാലയും കരാറെടുത്ത് വ്യാപാരം നടത്തുന്നത്. എല്ലാവിധ അടിസ്ഥാന സൗകര്യവും ഒരുക്കി നൽകാമെന്ന കരാർ പ്രകാരമാണ് കെട്ടിടമുറി വാടകയ്ക്ക് എടുത്തത്. എന്നാൽ പലപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാകാറില്ല. ഒരാഴ്ച മുമ്പ് മോട്ടോർ കേടായതാണ് വെള്ളം മുടങ്ങാൻ കാരണം. കഴിഞ്ഞ ദിവസം തകരാർ പരിഹരിച്ച് മോട്ടോർ സ്ഥാപിച്ചുവെങ്കിലും കുടിവെള്ളം ഇതുവരെയും എത്തിയിട്ടില്ല. മാംസ വ്യാപാരികൾക്ക് വെള്ളം അത്യാവശ്യമാണ്. മഴവെള്ളം സംഭരിച്ചും ദൂരെ പഞ്ചായത്ത് കിണറ്റിൽ പോയി വെള്ളം കോരിയും എത്തിച്ചുമാണ് വ്യാപാരശാലകളുടെ ആവശ്യം നിറവേറ്റുന്നത്. കുടിവെള്ളം പ്രശ്നം ആകെ രൂക്ഷമായ പ്രശ്നമാണ്. എല്ലാ കടകളിലും മുഴുവൻ ജാറ് വെച്ച് 10 ലിറ്ററിന് വെച്ച വെള്ളം വെച്ച് കടക്കാർ കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്തിൽ കൂടെ കയറി നടന്നിട്ടും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പാണ് 4 ലക്ഷം രൂപ മുടക്കി ശൗചാലയം നവീകരിച്ചത്. ഇപ്പോൾ ടാങ്ക് നിറഞ്ഞൊഴുകുകയാണ്. നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. കുടിവെള്ളം മുടങ്ങിയത് പരാതിപ്പെട്ടിട്ടും പഞ്ചായത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധിയോ ഉദ്യോഗസ്ഥരോ ഇവിടെ എത്തിയിട്ടില്ല. പരസ്പരം പഴിചാരിയും അഴിമതി നടത്താനും മാത്രമാണ് സമയം കണ്ടെത്തുന്നത്. അടിയന്തരമായി മാർക്കറ്റിൽ കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും ഇവിടെ എത്തുന്ന നാട്ടുകാരുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.